അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. നിങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതിൽ ശ്രദ്ധ ഉണ്ടാകണം. കാരണം അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലും വീട്ടിലും കൂടെ ജോലി ചെയ്യുന്നവരിലും ആകാം. ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയെന്നാൽ നിങ്ങൾ എന്താണ് പറയുന്നത് ഒരു തെറ്റായ വാക്കുപോലും സംസാരത്തിൽ വരരുത്. ഇത് നിങ്ങൾ ശ്രദ്ധാലുവായാൽ നിങ്ങളിൽ പുതിയ ഒരു ലോകം തന്നെ ഉണ്ടാക്കും. ഏരിസ് റൊമാൻസ്. നിങ്ങളുടെ അനുരാഗ ബന്ധത്തിൽ ഇന്ന് നിങ്ങൾക്ക് സ്വല്പം ഇച്ഛാഭംഗമുണ്ട്. കാരണം നിങ്ങളുടെ ബന്ധത്തിൽ ചില യോജിപ്പില്ലായ്മകൾ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം തരുന്നു. നിങ്ങളിൽ പങ്കാളിയോട് ഈ കാര്യം തുറന്നു സംസാരിക്കുവാനുള്ള കരുത്തുണ്ട്. പങ്കാളിയാകട്ടെ കേൾക്കുവാൻ സന്മനസ്സുള്ള വ്യക്തിയുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ ചെറിയ തടസ്സങ്ങളെ ചെറുതായി തന്നെ കാണുവാനും അവയെ ആവശ്യത്തിലധികം ഊതിവീർപ്പിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കും. ഏരിസ് കരിയർ. നിങ്ങളെ ശരിയായ ദിശയിലേക്ക് ആരോ ഒരാൾ നയിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. ഇത് യഥാർത്ഥത്തിൽ ഒരു ഉപദേശകനോ അല്ലെങ്കിൽ നല്ല ദിശയിലേക്ക് നയിക്കപ്പെടും എന്ന് നിങ്ങൾ ആശ്രയിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാളോ ആവും. തൊഴിൽ സംബന്ധിച്ചോ വിദ്യാഭ്യാസം സംബന്ധിച്ചോ ഈ ആൾക്ക് ഇന്ന് നിങ്ങളെ സംശയങ്ങൾ വിശകലനം ചെയ്യാനും ദൂരീകരിക്കാനും സഹായിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നും. ഈ സമയം നിങ്ങൾ അയാളെ അനുസരിക്കുക. ഏരിസ് ഫൈനാൻസ്. ഒരു കുടുംബ സ്വത്തിനെ കുറിച്ച് ചിലപ്പോൾ ചില കശപിശകൾ ഉണ്ടായേക്കാം. പാരമ്പര്യ സ്വത്തിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റ് കുടുംബ സ്വത്തുക്കളെ കുറിച്ച് ഇന്ന് ചർച്ചകളിൽ ഏർപ്പെടാതിരിക്കുക. കാരണം ഒരു കലഹത്തിനുള്ള ലക്ഷണങ്ങൾ കാണുന്നു. ഇപ്പോൾ ഒരു സൗഹൃദമായുള്ള ഒത്തുതീർപ്പുകൾക്ക് സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ചർച്ചകൾ പിന്നീടെപ്പോഴെങ്കിലും ആകട്ടെ എന്ന് വയ്ക്കുകയാണ് ബുദ്ധി. ഏരിസ് ഹെൽത്ത്. പൊണ്ണത്തടിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഒരു പുതിയ സ്വാസ്ഥ്യ കാര്യക്രമത്തിന് പറ്റിയ ദിനമാണ്. ഭാരം കുറയ്ക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കുക മാത്രമല്ല, സുന്ദരമായ ഈ ജീവിതം കൂടുതൽ ആസ്വാദികരവുമാക്കുന്നു. അതിൽ കൂടുതലായി അത് ജീവിതത്തെ കൂടുതൽ മെച്ചമുള്ളതാക്കുന്നു. ടോറസ് ഓവർവ്യൂ. ഇന്ന് വിശ്രമിക്കുകയും താങ്കൾ വളർത്തിയെടുത്ത സൗഹൃദം ആനന്ദിക്കുകയും ചെയ്യും. ഇത്തരം ബന്ധങ്ങളിൽ നിന്നുള്ള ഗുണം ഉടനെയും ഭാവിയിലും നിങ്ങൾ അനുഭവിക്കും. കാരണം താങ്കൾ സ്വകാര്യ ജീവിതത്തിൽ ശക്തമായ അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളും കുടുംബവുമായുള്ള ബന്ധം ഭാവിയിലേക്കും തുടർന്നു പോകുന്നതിനായി തുടർച്ചയായി പോഷിപ്പിക്കുകയും ചെയ്യുക. ടോറസ് റൊമാൻസ്. ഒരു പുതിയ അനുരാഗം ഇന്ന് ജീവിതത്തിന് കൂടുതൽ എരിവ് നൽകും. നിങ്ങളെ സന്തോഷകരമായ ഒരു മൂഡിൽ ഇന്ന് നിലനിർത്തുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ പങ്കാളിയുമൊത്ത് ഒരു വിനോദയാത്ര പോകുമെന്നും അതിനാൽ പങ്കാളിയുമൊത്തുള്ള കൂട്ട് കൂടുതൽ ആസ്വദിക്കുമെന്നും കൂടി കാണുന്നു. ഇത് നിങ്ങൾ ഇരുവരുടെയും ഊർജത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും സ്നേഹം വർദ്ധിപ്പിക്കുമെന്നും മാത്രമല്ല, പരസ്പരം മനസ്സിലാക്കുവാൻ ഒരവസരം നൽകുകയും ചെയ്യും. ടോറസ് കരിയർ. ജോലി സംബന്ധമായി നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് അതുപോലുള്ള യാത്രകൾ കൊണ്ട് തിരക്കേറിയ ദിനമായിരിക്കും. എന്നിരുന്നാലും ഈ യാത്രകൾ ഗുണകരമായിരിക്കും. അതുകൊണ്ട് തന്നെ അവ പിരിമുറുക്കം കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആനന്ദിക്കുക. ഈ യാത്രകൾ ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം നൽകും. നിങ്ങളുടെ കൂടെയുള്ളവരും മേലുദ്യോഗസ്ഥരും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർ അടുത്തു തന്നെ നിങ്ങളെ ഒരു ഉദ്യോഗ കയറ്റത്തിന് ശുപാർശ ചെയ്തേക്കാം. ടോറസ് ഫൈനാൻസ്. വ്യാപാര കാര്യങ്ങളിൽ വളരെ പുരോഗതി ഉണ്ടാകും. നിങ്ങൾ വ്യാപാരിയാണെങ്കിൽ നിങ്ങൾ വ്യാപാരം വിപുലപ്പെടുത്താൻ ആഗ്രഹിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ വ്യാപാര സ്ഥിതി ഒട്ടും മോശമല്ലെങ്കിലും കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുവാനുള്ള പദ്ധതികൾ നിങ്ങൾ ആവിഷ്കരിക്കും. ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യനിഷ്ഠതയോടെയും കൗശലത്തോടെയെങ്കിലും കരുനീക്കുക. നിങ്ങൾക്ക് നല്ലത് വരും. ടോറസ് ഹെൽത്ത്. വ്യായാമത്തിനായി പുതിയ മുറകളെക്കുറിച്ച് ആലോചിക്കേണ്ട ദിനമാണ്. രസകരവും വിയർപ്പും പൊടിയുന്നതുമായ രീതികൾ കണ്ടെത്തുക. കൂട്ടുകാരും ഒന്നിച്ചുള്ള ജോഗിംഗ്, ഏതെങ്കിലും ഫിറ്റ്നസ് സ്ഥാപനങ്ങളിൽ കൂട്ടുകാരുമൊത്തുള്ള കളികൾ എന്നിവ പോലെ എന്തെങ്കിലും. നിങ്ങൾ കൂട്ടുകൂടി രസിക്കുന്നുവെന്ന തോന്നൽ നിങ്ങളിലുണ്ടായാൽ അത്തരം മുറകളുമായി നിങ്ങൾ തുടർന്നു പോകും. നിങ്ങളുടെ ശരീരഭാരം കുറയുകയും ചെയ്യും. ജെമിനി ഓവർവ്യൂ. ഒരു കുടുംബ ആഘോഷം സൂചിപ്പിക്കുന്ന ദിവസമാണിന്ന്. അതുകൊണ്ട് എല്ലാം മാറ്റിവെച്ച് പുറത്തു പോകാൻ പറ്റിയ സമയമാണ്. ഇന്ന് ഈ സന്ദർഭം ആഘോഷത്തിലൂടെ നിങ്ങളുടെ കുടുംബ ബന്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കും. ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും പ്രശംസ അർഹിക്കുന്ന ദിവസമാണ്. ജെമിനി റൊമാൻസ്. അനുരാഗം നിറഞ്ഞ ഒരു പങ്കാളിയെ നിങ്ങൾ തിരയുകയായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതിൽ വിജയമുണ്ടാകും. ഈ വ്യക്തിയെ ഒരുപക്ഷെ നിങ്ങൾ ഓൺലൈൻ മാധ്യമത്തിലൂടെ, ഓൺലൈൻ മാട്രിമോണിയിലൂടെയും ആയിരിക്കും കണ്ടെത്തുക. ഈ വ്യക്തി വിദേശത്ത് താമസിക്കുന്ന വ്യക്തിയാകുവാനാണ് കൂടുതൽ സാധ്യത. വളരെ രഹസ്യമായിരിക്കും അവർ നിങ്ങളെ സമീപിക്കുക. അവരുടെ ശൈലിയിൽ നിങ്ങൾ തീർച്ചയായും വീണുപോകും. ജെമിനി കരിയർ.
നിങ്ങൾക്ക് യോജിച്ച ഒരു ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് നിങ്ങളുടെ പഴയ സുഹൃത്തിൽ നിന്നോ പരിചയക്കാരിൽ നിന്നോ വിവരം ലഭിക്കുകയാണെങ്കിൽ അതിശയപ്പെടരുത്. തീർച്ചയായും ഈ സാധ്യതയെക്കുറിച്ച് വിശദമായി ചിന്തിക്കുക. എന്തെന്നാൽ അവരുടെ ഹൃദയത്തിലുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവയാണ്. ഒന്നിനേക്കാളും മെച്ചം ഒരു ജോഡി കണ്ണുകളും കാതുകളും ഉള്ളതാണ് എന്ന് പ്രത്യേകം എടുത്തു പറയണ്ട. Gemini. ഫൈനാൻസ്. അമിത ചിലവിന്റെ ദിനമാണിന്ന്. നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഒന്നിൽ കൂടുതൽ തവണ കൈവയ്ക്കും. കുടുംബ സംബന്ധിയായ ചില ചിലവ് കാരണം നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വന്നിരിക്കുന്നു. ഒരുപക്ഷെ അത് വലിയ ചികിത്സാ ചിലവുകളുടെ രൂപത്തിലായിരിക്കാം. ആ ചിലവ് മുഴുക്കെ നിങ്ങൾ തന്നെ വഹിക്കുന്നതുകൊണ്ടുമായിരിക്കാം. തൽക്കാലം ഇത് കൈകാര്യം ചെയ്യൂ. ഇത് സാമ്പത്തിക തടസ്സം മാത്രമാണ്. Gemini. ഹെൽത്ത്. ആരോഗ്യ സംബന്ധിയായി പറഞ്ഞാൽ ഇന്ന് വളരെ നല്ലൊരു ദിനമാണ്. ഉയർന്ന ഊർജത്തിന്റെ ദിനം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കായിക വിനോദത്തിൽ ഏർപ്പെടുക. അത് നിങ്ങളെ കൂടുതൽ ഉന്മേഷവാനും പ്രവർത്തനോന്മുഖനുമാക്കും. മെത്തയിൽ മുഷിഞ്ഞിരിക്കുന്ന സമയമില്ലത്. നിങ്ങളുടെ ഉയർന്ന ഊർജവും നല്ല ആരോഗ്യവും നിങ്ങളെ അതിനനുവദിക്കില്ല. ആസ്വദിക്കുക. Cancer. ഓവർവ്യൂ. യാത്രയ്ക്ക് പറ്റിയ ദിവസമാണ് ഇന്ന്. എല്ലാം നന്മയ്ക്കായി പരിണമിക്കും. ശുഭയാത്ര നേരുന്നു. Cancer. റൊമാൻസ്. ഇന്ന് ഒരു സവിശേഷമായ സന്ദർഭമുണ്ടാകും. അതിൽ നിങ്ങൾക്ക് പുറത്തു പോകാം. പുതിയ ആളുകളുമായി ബന്ധപ്പെടാം. സ്വയം ആസ്വദിക്കാം. മറ്റുള്ളവരെ ആകർഷിക്കും വിധത്തിൽ നിങ്ങൾ വസ്ത്രധാരണം ചെയ്യും. മറ്റുള്ളവർ അത് ശ്രദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചേക്കാവുന്ന ഒരാൾക്കായി കണ്ണുകൾ തുറന്നു വെക്കുക. കാരണം ഇന്നീ ആൾക്കൂട്ടത്തിൽ ഒരു വിശിഷ്ട വ്യക്തി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ പ്രാണപ്രിയനാകാം. മൊത്തത്തിൽ ഇന്നത്തെ ദിനം മുഴുക്കെ ആനന്ദത്തിന്റേതും ചിരിയുടേതുമാകുന്നു. അതുകൊണ്ട് തന്നെ ആസ്വദിക്കുക. Cancer. കരിയർ. ഫലപ്രദമായ ഒരു പ്രകടനം കാഴ്ചവെക്കുവാനുള്ള സമയമായിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ഒരു പ്രസന്റേഷൻ നൽകുന്നുണ്ടായിരിക്കാം. അത് ഫലപ്രദവുമാകാം. ആരും അഥവാ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും മനം മടുപ്പരുത്. ദീർഘകാലത്തിൽ ഇതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നിങ്ങളുടെ മേലാളന്മാർ നിങ്ങളെ ആത്മാർപ്പണമുള്ള വ്യക്തിയെന്ന നിലയിൽ കാണും. നിങ്ങൾ ഏതെങ്കിലും സാങ്കേതിക രംഗത്താണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എല്ലാം സുഗമമായി പോകുവാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ കൈവരിക്കാനും സാധ്യതയുണ്ട്. Cancer. ഫൈനാൻസ്. നിങ്ങൾ ആരോഗ്യ മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജോലി വഴി നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു. നിങ്ങളുടെ നല്ല കാര്യക്ഷമതയിൽ നിങ്ങൾക്ക് സ്വയം അഭിമാനിക്കാമെന്ന് മാത്രമല്ല, മറ്റുള്ളവർ നിങ്ങളുടെ ഈ കാര്യക്ഷമത ശ്രദ്ധിക്കുന്നുമുണ്ട്. അതിന് നിങ്ങൾക്ക് തക്കതായ പ്രതിഫലവും ലഭിക്കും. നന്നായി വരട്ടെ. Cancer. ഹെൽത്ത്. ആരോഗ്യപ്രദമായ തുടിക്കുന്ന ഒരു ജീവിതശൈലിയിലൂടെ ഇന്ന് നിങ്ങളുടെ ആരോഗ്യത്തെ നേർവഴിയിൽ നിർത്തുവാൻ ഇന്ന് സഹായിക്കുന്നതിനുള്ള ഏറ്റവും വലിയ കൂട്ടാളികൾ നിങ്ങളുടെ കുടുംബവും കൂട്ടുകാരുമാണ്. നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് ഒന്നിച്ച് നടക്കാനിറങ്ങും, അല്ലെങ്കിൽ ഓടുവാൻ, അല്ലെങ്കിൽ ഒന്നിച്ചൊരു സ്ക്വാഷ് കളി. എന്തുതന്നെയായാലും നല്ല ആരോഗ്യമെന്ന പാതയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. Leo. ഓവർവ്യൂ. ഇന്ന് വീട്ടിൽ വളരെ സംഗീതാത്മകമായ ദിനമാണ്. അതിലൂടെ വളരെ സന്തോഷവും ഉണ്ടാവും. വീട്ടുകാരുമൊത്ത് വളരെ ആസ്വദിക്കുകയും ആനന്ദിക്കുകയും അവർ നിങ്ങളെ വളരെയധികം കരുതുകയും സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും മറന്ന് ഇന്ന് അവരുമായി കളിതമാശകൾ പറഞ്ഞ് വളരെ സന്തോഷിക്കുക. Leo. റൊമാൻസ്. നിങ്ങളുടെ അനുരാഗ പങ്കാളിക്ക് നിങ്ങളൊരു വിശ്വസ്ത സുഹൃത്തും കൂടിയാണെന്ന് ഉറപ്പുവരുത്തുക. ആകുമെങ്കിൽ നിങ്ങളുടെ സ്നേഹം തുറന്നു തന്നെ പറയുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് ചിന്തയുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ ദിനം ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഒരു ചെറിയ വിനോദയാത്രയോ ഒന്നിച്ചു പുറത്തുപോയി ഒരു ഉച്ചഭക്ഷണമോ ആണ്. ഒന്നിച്ച് സന്തോഷങ്ങളും പങ്കുവയ്ക്കുക. ഗൗരവമേറിയ ജീവിതക്രമങ്ങളും സ്നേഹം മാത്രമല്ല, നിഗ്നകളുടെ സുഹൃത്ത് ബന്ധം നിങ്ങളെ ഊട്ടിവളർത്തിയതുപോലെ പ്രധാനമാണ് നിങ്ങളുടെ അനുരാഗ ബന്ധം ഊട്ടിവളർത്തുന്നതും. Leo. കരിയർ. വിദേശത്ത് നിന്ന് ഒരു ശുഭവാർത്ത ശ്രവിക്കുന്നതിനോ തൊഴിലിനായി വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഒരു അവസരം ലഭിക്കുന്നതിനോ നിങ്ങൾ ഇന്ന് ഇഷ്ടപ്പെടും. ഈ യാത്ര ചെറുതായിരിക്കാം, എന്നാൽ നിങ്ങളുടെ തൊഴിലിന്റെ പ്രഭാവം വളരെ വലുതായിരിക്കും. നിങ്ങളുടെ ഏറ്റവും നല്ല പെട്ടി ഇതിനായി തയ്യാറാക്കി വെക്കുക. എന്തെന്നാൽ സ്വാധീനം ചെലുത്താൻ തക്കവണ്ണമുള്ള ഒരു സ്ഥിതിയിലായിരിക്കും നിങ്ങൾ. ഇത്തരത്തിലുള്ള വ്യാപാരം സംബന്ധിച്ച വകകൾ നന്നായി കൈകാര്യം ചെയ്യാനും അവ യഥേഷ്ടം നൽകാനും തയ്യാറായിരിക്കണം. ഇത്തരം പ്രയത്നങ്ങൾ യഥാവിധി നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ലഭ്യമാക്കും. Leo. ഫൈനാൻസ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾ ഒരു വിദഗ്ധന്റെ സഹായം തേടണം. ചില നിക്ഷേപങ്ങളെക്കുറിച്ച് കുറച്ചു കാലമായി നിങ്ങൾ ആലോചിക്കുന്നു. അതിനായി ഒരു വിദഗ്ധന്റെ സഹായം തേടുന്നതിന് സമയമായിരിക്കുന്നു. അവരുടെ ബുദ്ധിപൂർവമായ ഉപദേശത്തിന് ചെവി കൊടുക്കുക. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. Leo. ഹെൽത്ത്.
നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾക്ക് ഇന്ന് എന്തെങ്കിലും അസുഖങ്ങളുടെ ബുദ്ധിമുട്ടലുകൾ ഉണ്ടാകാം. അവരോടൊത്ത് നിൽക്കുക. അവർക്ക് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും ചെയ്തു കൊടുക്കുക. അതിൽ കൂടുതലായി വൈകാരികമായും അവർക്ക് കൂടെയുണ്ടാകുക. അവരെങ്ങനെ പറയില്ലായിരിക്കാം. Virgo, ഓവർവ്യൂ. നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു പരിക്ക് പറ്റുവാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് മൂർച്ചയുള്ള ആയുധങ്ങളുമായി പെരുമാറുമ്പോൾ സൂക്ഷിക്കുക. മൂർച്ചയുള്ള കത്തിയെടുത്ത് അടുക്കളയിൽ പെരുമാറുമ്പോൾ പരിക്ക് പറ്റുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് ശ്രദ്ധിക്കുക. Virgo, റൊമാൻസ്. ഇന്ന് വിശ്വാസവഞ്ചനയും നിങ്ങളെ വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെടുത്തുവാനായുള്ള പ്രചോദനങ്ങളും ശ്രദ്ധിക്കുക. ഇപ്പോൾ നിലവിലുള്ള ബന്ധത്തിന്റെ സുരക്ഷയും ശക്തിയും പ്രതിഫലിപ്പിക്കുവാനായി ഇന്നത്തെ സമയം ചിലവഴിക്കുക. അത് അപായപ്പെടുത്തുന്നത് നല്ലതിനാണോ എന്ന് ആലോചിക്കുക. അല്ലെന്നുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. Virgo, കരിയർ. നിങ്ങളുടെ എല്ലാ കഴിവുകളും നിങ്ങളുടെ ഓഫീസിലെ ജോലികളെ തുടർച്ചയായ ഒരു ഒഴുക്കിലേക്ക് കൊണ്ടുപോകുന്നതിന് സഹായിക്കും. നിങ്ങളുടെ ജോലിക്കാരെയും സഹപ്രവർത്തകരെയും ഉത്സാഹിപ്പിക്കുന്നതിനുള്ള വഴി കണ്ടെത്തുക. നിങ്ങളുടെ തൊഴിൽ സംഘത്തിൽ ചില ആലസ്യഭാവങ്ങൾ ഉള്ളതിനാൽ നിങ്ങൾ ക്രിയാത്മകമാവണം. എല്ലാത്തരം പ്രോത്സാഹന പദ്ധതികളും ആവിഷ്കരിച്ച് പരിശ്രമിക്കുക. എന്നതിനൊപ്പം നിങ്ങളുടെ സംഘത്തെ ഏത് ജോലിയാണ് പ്രവർത്തിക്കാൻ സഹായിക്കുന്നതെന്ന് കാണുക. അവസാനം നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉറപ്പുവരുത്താനായി സാമ്പത്തിക ലാഭങ്ങളിൽ നിങ്ങൾ ആശ്രയിക്കണം. Virgo, ഫൈനാൻസ്. ഇന്ന് ദിനമൊഴുക്കെ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക രംഗം അപൂർത്തിപ്പെടുത്തുവാനായി ആവത് പരിശ്രമിക്കും. സാമ്പത്തിക കച്ചവടത്തിനായി ബജറ്റിംഗ് ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ സാമ്പത്തിക കാര്യ സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഓർഗനൈസർ ആയിരിക്കും ഇന്ന് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്. ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തുവാനായി 1-2 പുതിയ സൂത്രങ്ങൾ കണ്ടെത്തുവാനായേക്കും. Virgo, ഹെൽത്ത്. നിങ്ങൾക്ക് ചുറ്റിലുമുള്ളവരെ നിങ്ങളുടെ നർമ്മബുദ്ധിയാൽ സന്തോഷമുള്ളവരാക്കി വെക്കുക കൂടി ചെയ്യും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മ വരുത്തുവാനായി നിങ്ങളുടെ നർമ്മബുദ്ധി ഉപയോഗിക്കുക. നിങ്ങളറിയാതെ നിങ്ങൾ ഒരുപക്ഷെ മറ്റു പലരുടെയും ജീവിതത്തിലെ പ്രകാശമായി തീരാം. അഭിനന്ദനങ്ങൾ. Libra, ഓവർവ്യൂ. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ ഇന്ന് അശുഭകരമായ വാർത്തയുമായി സമീപിച്ചേക്കും. ഇത് നിങ്ങളെ നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കും. എങ്ങനെയായാലും അതിനെ എതിരിടാൻ ഒരുങ്ങിയിരിക്കുക. കോപത്തോടെയോ അനുകൂലമല്ലാത്തതോ ആയ രീതിയിലല്ലാതെ സമീപിക്കുക. അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനും മാർഗനിർദ്ദേശവും ആവശ്യമാണ്. അവരുടെ തിരഞ്ഞെടുപ്പും അതിന്റെ പ്രയാസങ്ങളെയും കുറിച്ച് മനസ്സിലാക്കി നല്ല വഴി പറഞ്ഞു കൊടുക്കുക. Libra, റൊമാൻസ്. നിങ്ങൾ ഒറ്റയാണെങ്കിൽ ഒരു കുടുംബ സദസ്സിൽ നിങ്ങൾക്ക് താല്പര്യം ജനിപ്പിക്കാനാവുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടും. ഇത് മുമ്പ് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വിരുന്നു വന്ന ഒരു ബന്ധുവായിരിക്കാം. നിങ്ങൾ നിങ്ങളെ നല്ലവണ്ണം അവതരിപ്പിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് അടുത്ത് ചെന്ന് ഒരു ഹലോ പറഞ്ഞുകൂടാ? Libra, കരിയർ. തൊഴിലിൽ പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു ഉപദേശകനെയോ നിങ്ങളെക്കാൾ മുതിർന്ന ഒരാളെയോ നിങ്ങൾ ഇന്ന് കണ്ടുമുട്ടുമെന്ന് കാണാം. നിങ്ങൾക്ക് ഉപദേശവും മാർഗനിർദ്ദേശവും നേടാൻ ശ്രമിക്കാം. എന്നാൽ ഇത് യഥാർത്ഥത്തിലുള്ള സഹായമായേക്കില്ല. മറ്റൊരു ദിവസത്തിനായി നിങ്ങൾ ശ്രമിക്കുന്നതോ പ്രശ്നങ്ങൾ സാവധാനത്തിലാവുന്നതുവരെ കാത്തിരിക്കുന്നതോ ആണ് നിങ്ങൾക്ക് നല്ലത്. Libra, ഫൈനാൻസ്. സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, അതായത് ബാങ്ക്, ഇൻഷുറൻസ് അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെടേണ്ടി വരുന്ന ദിനമാണിന്ന്. കുറച്ച് സമയമെടുത്ത് നിങ്ങളുടെ സാമ്പത്തിക പ്ലാനിംഗ് അല്ലെങ്കിൽ ബജറ്റിംഗ് ശ്രദ്ധിക്കുക. കൂടാതെ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ ബാധിക്കാവുന്ന അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്ന സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്യുക. Libra, ഹെൽത്ത്. ഇന്ന് മുൻകോപത്തിന് അടിമപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ പെരുമാറുക. മുൻകോപം വരാവുന്ന അവസരങ്ങളിൽ അത് വീട്ടിലായാലും പൊതുസ്ഥലത്തായാലും ശ്രദ്ധയോടെ ഇരിക്കുക. നിങ്ങളുടെ മൂഡിനെക്കുറിച്ച് ബോധവാനല്ലെങ്കിൽ ഈ മുൻകോപം മൂലം ചെറിയ ഒരു മുറിവിന് കാരണമായേക്കും. വൈകാരികമായി ഇന്ന് ശാന്തമായിരിക്കുക. പ്രശ്നങ്ങൾ ഒഴിവാകും. Scorpio, ഓവർവ്യൂ. തീയും ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അപകട പ്രവണതയുള്ള ദിനമാണ്. വോൾട്ടേജ് കൂടുതലുള്ള മൈക്രോവേവ് അല്ലെങ്കിൽ ഹീറ്റർ മുതലായ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ പരിക്കുകൾക്ക് സാധ്യതയുണ്ട്. Scorpio, റൊമാൻസ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ബന്ധത്തിന്റെ ശരിയായ സ്ഥിതി മനസ്സിലാക്കുക. അനുരാഗത്തിന് പറ്റിയ സമയമായിരിക്കയില്ല ഇത്. നിങ്ങളുടെ പങ്കാളിക്ക് പൂർണ്ണ സന്തോഷമില്ലെന്ന് കാണിക്കൂ. നിങ്ങളിൽ നിന്നും പിന്തിരിയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾക്ക് ഉടനെ എന്തെങ്കിലും പ്രതിവിധികൾ കാണുക. അത് പിന്നീടുള്ള ഹൃദയവേദന ഒഴിവാക്കുവാൻ സഹായിക്കും. നിങ്ങളുടെ പങ്കാളിക്ക് സത്യമായും സന്തോഷമുണ്ടോ എന്ന് ചോദിക്കുന്നതും നല്ലതായിരിക്കും. Scorpio, കരിയർ. ഇന്ന് നിങ്ങളുടെ ഔദ്യോഗിക പാതയെക്കുറിച്ച് പുനർവിചിന്തനം നടത്തേണ്ടുന്ന ദിനമാണ്. കാരണം
ഔദ്യോഗിക രംഗത്തുണ്ടായിട്ടുള്ള ചില തടസ്സങ്ങൾ നിങ്ങളുടെ വേഗത കുറച്ചിരിക്കുന്നു. ഈ സമയം നിങ്ങളുടെ ഗുണത്തിനായി ഉപയോഗിച്ച് ജോലിയിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നുവെന്നും ഈ ജോലിയിൽ നിന്ന് നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ടോ എന്നും ചിന്തിക്കുക. ഔദ്യോഗിക ഉയർച്ചയ്ക്കുള്ള സാധ്യതകൾ വളരെ കുറവെന്ന് തോന്നുന്നെങ്കിൽ ഒരു മാറ്റത്തെക്കുറിച്ചും ഇന്നു മുതൽ ചിന്തിച്ചു തുടങ്ങുക. സ്കോർപിയോ. ഫൈനാൻസ്. നിങ്ങൾ വിദേശ മാർക്കറ്റുമായി ഇടപെടുന്നതോ അല്ലെങ്കിൽ അതിനെ ആശ്രയിക്കുന്നതോ ആയ വ്യാപാരത്തിലാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാം. ഈ അവസരം മുതലെടുത്ത് ഓഫീസിൽ കുറച്ച് അധിക സമയം ചിലവഴിച്ച് അതിന്റെ ഗുണങ്ങൾ മുഴുവനായും കൊയ്യുക. ഇന്ന് നിങ്ങളുടെ ദിനമാണ്. സ്കോർപിയോ. ഹെൽത്ത്. ഈയിടെയായി നിങ്ങൾക്ക് ദഹന സംബന്ധിയായ ചില അസ്വസ്ഥതകൾ തോന്നിയിരുന്നുവെങ്കിൽ അനാവശ്യ ലഘുഭക്ഷണങ്ങൾ ഒഴിവാക്കിയും സമീകൃത ആഹാരം കഴിച്ചും അതിൽ നിന്നും പുറത്തു കടക്കാവുന്നതേയുള്ളൂ. ഇന്നത്തെ ദിനം ആഹാരം, വ്യായാമം എന്നിവയിൽ ശ്രദ്ധിക്കുവാനുള്ളതാണ്. കാരണം ശരിയായ ആഹാരം നിങ്ങളുടെ വയറിന്റെ അസുഖത്തെ മാറ്റിയെടുക്കുന്നു. അങ്ങനെ ചെയ്തതിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നും. മാത്രമല്ല അത് നിങ്ങളുടെ ഭക്ഷണത്തെ കൂടുതൽ പോഷക സംയുക്തമാക്കുകയും ചെയ്യും. സജിറ്റേറിയസ്. ഓവർവ്യൂ. കുടുംബം ഒരുമിച്ച് കൂടുന്നത് വളരെ രസകരമായിരിക്കും. സമാധാനത്തോടെ ഇരിക്കുവാൻ ശ്രമിക്കുകയും എന്തുതന്നെ നിങ്ങൾ ചെയ്താലും നഷ്ടമാകരുത്. നിങ്ങളുടെ ഈ പുറമേയുള്ള പ്രത്യേകത വിശ്വസ്തതയും നിങ്ങളുടെ പങ്കാളിയുമായുള്ള പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുക. സജിറ്റേറിയസ്. റൊമാൻസ്. ഇന്ന് അനുരാഗ ജീവിതത്തിൽ ആവശ്യം വേണ്ടത് ക്ഷമയും മാപ്പ് നൽകലുമാണ്. ഈ അടുത്ത കാലത്തെ ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായി ഒരു ചെറിയ വാക്കുതർക്കമുണ്ടായി കാണാം. എന്നാൽ ഇന്ന് പരസ്പരം സംസാരിക്കുവാനും മാപ്പ് കൊടുക്കുവാനും മറക്കാനുമുള്ള ദിനമാണ്. ഉണ്ടായ വഴക്കിനെ മൂടിപ്പുതപ്പിച്ച് കിടത്താതിരിക്കുക. കാരണം അങ്ങനെ ചെയ്താൽ അതൊരു ദിനം വീണ്ടും തലപൊക്കും, നിങ്ങളെ വേട്ടയാടുകയും ചെയ്യും. വ്യക്തമായി സംസാരിക്കുക, പങ്കാളിക്ക് മാപ്പ് കൊടുക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ബന്ധം വീണ്ടും എളുപ്പം ശരിയായ പാതയിലേക്ക് എത്തിക്കും. സജിറ്റേറിയസ്. കരിയർ. നിങ്ങളുടെ പുരോഗതിയുടെ പാതയിൽ വരുന്ന തടസ്സങ്ങളെ മാറ്റുവാനായി നിങ്ങളുടെ ഔദ്യോഗിക വിദഗ്ധരെ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. കുറച്ച് അധ്വാനം കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കാം. കാര്യങ്ങൾ മുഴുവനാക്കും വരേക്കും അതിനെ പിന്തുടരുക. ചെറിയ തടസ്സങ്ങളിൽ മനമടുക്കാതിരിക്കുക. ചെറിയ പ്രശ്നങ്ങൾ എല്ലാവരും അഭിമുഖീകരിക്കാറുണ്ട്. എന്നാൽ വിജയശ്രീയിൽ ആളുതരാകുന്നവർ ഈ വക തടസ്സങ്ങളിൽ നിന്നും കൂടുതൽ ഊർജം ആർജിക്കുന്നു. സജിറ്റേറിയസ്. ഫൈനാൻസ്. നിങ്ങൾ ആരോഗ്യ വൈദ്യശാസ്ത്ര രംഗത്തിലേതെങ്കിലും ഒന്നിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ദിനം നിങ്ങൾക്ക് തിളക്കമുള്ളതായിരിക്കും. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കുതകുന്ന അവസരങ്ങൾക്കായി കണ്ണുകൾ തുറന്നു വെക്കുക. അവിചാരിതമായ ലാഭങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. നിങ്ങളെ തേടിയെത്തുന്ന അവസരങ്ങളിൽ നിന്നും ഏറ്റവും നല്ല ഗുണം ലഭിക്കുന്നതായി പരിശ്രമിക്കുക. സജിറ്റേറിയസ്. ഹെൽത്ത്. ദഹന സംബന്ധിയായ അസുഖമുള്ളവർക്ക് ഇതിന് ശമനമുണ്ടാകും. നിങ്ങളുടെ അസുഖത്തിൽ ഒരു പ്രതിവിധി ലഭിക്കും. എന്നിരുന്നാലും അത് ആവർത്തിക്കാതിരിക്കാൻ ഭക്ഷണകാര്യത്തിലുള്ള നിയന്ത്രണം നിങ്ങൾ പാലിക്കണം. ഈ അവസരത്തിൽ നിങ്ങൾ കൂടുതൽ എരിവുള്ള അല്ലെങ്കിൽ എണ്ണമയമുള്ള അല്ലെങ്കിൽ മധുരമുള്ള ഭക്ഷണം ഒഴിവാക്കണം. ധാരാളം വൃത്തിയുള്ള നല്ല പാനീയങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിച്ചുകൂട്ടാം. കാപ്രിക്കോൺ. ഓവർവ്യൂ. ഇന്ന് നിങ്ങൾ വീട്ടിൽ തൃപ്തികരമായ ദിവസം ചിലവഴിക്കും. എത്രമാത്രം പ്രാധാന്യമുണ്ട് കുടുംബജീവിതത്തിന് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാതെ കഴിഞ്ഞ കാലങ്ങളിലെ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുകയായിരിക്കും. കാപ്രിക്കോൺ. റൊമാൻസ്. അനുരാഗത്തിന്റെ ലോകത്തിൽ നിന്നും ഇന്ന് നിങ്ങൾക്കുള്ള ഉപദേശം നിങ്ങൾക്ക് സ്നേഹവും അനുകമ്പയും നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ആദ്യം അവർക്ക് നൽകണം എന്നതാണ്. നിങ്ങൾ കഠിന ഹൃദയത്തോടിരുന്ന് മറ്റുള്ളവരെല്ലാം നിങ്ങൾക്ക് മുകളിൽ സ്നേഹവും അനുകമ്പയും ചൊരിയണമെന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ വികാരങ്ങൾ തുറന്നു പ്രകടിപ്പിക്കുക. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്കും അവരുടെ വികാരങ്ങളും സ്നേഹവും നിങ്ങളുമൊത്ത് പങ്കുവയ്ക്കുവാൻ കൂടുതൽ സുഖം തോന്നും. നിങ്ങളെ അടുത്തറിയണമെന്ന് ആഗ്രഹമുള്ള വളരെയധികം പേരുണ്ട്. കാപ്രിക്കോൺ. കരിയർ. ജോലി മാറുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കൃത്യതയോടെ പ്ലാനിംഗ് ചെയ്യേണ്ടതുണ്ട്. സത്യത്തിൽ അത് കുറച്ചുകൂടി നല്ല അവസരം വരുന്നതുവരേക്കും മാറ്റിവെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാപ്രിക്കോൺ. ഫൈനാൻസ്. സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റം നിങ്ങൾക്ക് ഉത്തേജനം നൽകും. ഈ നേട്ടങ്ങൾ നിങ്ങളുടെ പക്ഷത്തിലാക്കുവാൻ ശരിയായ വഴി സ്വീകരിക്കേണ്ടതാണ്. സാമ്പത്തിക വിജയമുണ്ടാകുമെന്നാണ് കാണുന്നത്. ഔദ്യോഗിക രംഗത്ത് അളന്നു മുറിച്ച് ചുവടുകളെടുക്കുന്നത് സാമ്പത്തിക ലാഭത്തിന് വഴിയൊരുക്കും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം എളുപ്പമാക്കുവാൻ സഹായിക്കും. പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാനും പറ്റിയ സമയമാണ്. വ്യാപാരത്തിലുള്ള പുതിയ മാറ്റങ്ങൾക്ക് അനുകൂലമായി പ്രതികരിക്കണം. എങ്കിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും. എന്നിരുന്നാലും അവ യാഥാർത്ഥ്യമാക്കുവാൻ നിങ്ങൾ കഠിനാധ്വാനം തന്നെ ചെയ്യണം. കാപ്രിക്കോൺ. ഹെൽത്ത്.
അമിത മാനസിക പിരിമുറുക്കം നിങ്ങളുടെ രക്തസമ്മർദ്ദം അനിയന്ത്രിതമായി ഉയർത്തുന്നതിനെതിരെ കരുതിയിരിക്കേണ്ട ദിനമാണ്. മനസ്സ് ശാന്തമായിരിക്കണം. അനാവശ്യ മാനസിക പിരിമുറുക്കങ്ങൾ എടുത്തണിയരുത്. കൂടാതെ നിങ്ങൾക്ക് പ്രമേഹത്തിന്റെ അസുഖമുണ്ടെങ്കിൽ ശാരീരിക സ്വാസ്ഥ്യത്തിനായി ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക. Aquarius. ഓവർവ്യൂ. ഇന്ന് കുറച്ചു സമയം ആശങ്ക കൂടുതലായിരിക്കും. അപ്പോൾ താങ്കൾ സുഹൃത്തുക്കളുമായും കുടുംബവുമായും ചിലവഴിക്കണം. നിങ്ങൾ കുറച്ചു സമയം സുരക്ഷിതനല്ലായിരിക്കും, എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷിതത്വത്തിലെത്തും. ഇന്ന് നിങ്ങൾ സ്നേഹം കൂടുതൽ ആഴ്ന്നിറങ്ങും. Aquarius. റൊമാൻസ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളുമൊത്തെ ഒരു വിനോദയാത്രയ്ക്കുള്ള ദിനമാണ്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ യാത്ര പുറപ്പെടില്ലായിരിക്കാം. എന്നിരുന്നാലും അനുരാഗം നിറഞ്ഞ ഒരു വിനോദയാത്ര കുറച്ചു ദിവസമായി നിങ്ങളുടെ മനസ്സിലുണ്ട്. പ്രേമികൾക്ക് ഇന്ന് വടക്ക് ദിശയിലേക്കുള്ള യാത്ര നന്നായിരിക്കുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ യാത്ര പുറപ്പെടുകയാണെങ്കിൽ എവിടേക്ക് പോകണമെന്നത് നിങ്ങൾക്കിപ്പോൾ നല്ലവണ്ണം അറിയാം. ഈ അനുരാഗം നിറഞ്ഞ വിനോദയാത്ര ആസ്വദിക്കുക. Aquarius. കരിയർ. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചോ നിങ്ങളുടെ തൊഴിൽ സംബന്ധമായ മുന്നേറ്റത്തിനോ ഇന്ന് നിങ്ങൾ ഒരു വിദഗ്ധനോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കും. ഒരു വിദ്യാസമ്പന്നനായ വിദഗ്ധനിൽ നിന്ന് ലഭിക്കുന്ന മികച്ച ഉപദേശം ഇന്ന് നിങ്ങൾക്ക് സഹായകമാവും. അതിനാൽ നിങ്ങൾ ഇത് ചോദിക്കുന്നതിൽ ഭയക്കരുത്. നിങ്ങൾ ശരിയായ ഒരാളെയാണ് കണ്ടെത്തിയതെന്ന് തീർച്ചപ്പെടുത്തുക. അതിനാൽ നിങ്ങൾ വഴിവിട്ട് നീങ്ങില്ല. Aquarius. ഫൈനാൻസ്. വർദ്ധിച്ച വരുമാനം ജീവിതശൈലിയിൽ മാറ്റം വരുത്തുവാൻ നിങ്ങളെ സഹായിക്കും. ഈയിടെയായി നിങ്ങൾക്ക് ചില സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ആയി ചില ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതായി കാണാം. ഇപ്പോൾ ഈ വസ്തുക്കൾ നിങ്ങൾക്ക് താങ്ങാനാകുന്നവയാണെന്നും അതുകൊണ്ട് പ്രത്യേക സാമ്പത്തിക നഷ്ടങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും കാണുന്നു. Aquarius. ഹെൽത്ത്. ഈയിടെയായി നിങ്ങൾ അനുഭവിച്ചു വരുന്ന മാനസിക പിരിമുറുക്കം കാരണം നിങ്ങൾ അനാരോഗ്യകരമായ ഭക്ഷണം കുറേയേറെ കഴിച്ചു. അതിന് ഇന്നത്തെ ഏക പ്രതിവിധി കുറച്ചു കൂടുതൽ വ്യായാമം ചെയ്യുക മാത്രമാണ്. കാലത്ത് നടക്കാനിറങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ നടക്കുക, അല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ ഒരു 5 മിനിറ്റ് കൂടുതൽ. രണ്ടായാലും ഇന്നത്തെ ദിനം നിങ്ങളുടെ മടങ്ങിവരവിനുള്ളതാകട്ടെ. Pisces. ഓവർവ്യൂ. സുഹൃത്തുക്കളുമായും കുടുംബവുമായും സമയം ചെലവഴിക്കുന്നത് മുഖാന്തരം ഈ നാളുകൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അലിഞ്ഞില്ലാതാകും. നിങ്ങളുടെ മനസ്സിന് ആശ്വാസം ലഭിക്കേണ്ടതിന് നടത്തത്തിന് പോകുകയോ പുസ്തകം വായിക്കുകയോ ചെയ്യേണ്ടതാണ്. കുടുംബത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുകയും അവരുടെ കൂടെയുള്ള സമയം ചെലവഴിക്കുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. സമാധാനം വീട്ടിൽ നിലനിർത്തേണ്ടത് നിങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ്. Pisces. റൊമാൻസ്. ഇന്ന് നിങ്ങൾ അനുരാഗ വിവശമാണെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത് പോലുള്ള ഒരു പങ്കാളിയെ തിരയുകയായിരിക്കും. നിങ്ങളുടെ അടുത്ത വലയത്തിൽ മാത്രമായി തിരച്ചിലൊതുക്കരുത്. കാരണം നിങ്ങളുടെ ശരിയായ പ്രേമഭാജനം കുറച്ചു ദൂരെയായിരിക്കാം. ഇന്റർനെറ്റിൽ ഒരു പങ്കാളിയെ തിരയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ വിജയിച്ചേക്കാം. ഈ ശുഭ അവസരങ്ങൾ നിങ്ങൾക്ക് ഗുണദായകമാക്കുവാനായി പരിശ്രമിക്കുക. Pisces. കരിയർ. ഇന്ന് നിങ്ങൾ മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷൻസ് എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കാണാം. നിങ്ങൾ ഈ മേഖലയിൽ ഒന്നിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്നത്തെ ദിനം തിരക്കേറിയതായിരിക്കും. പൊതുജന സമ്പർക്കം നിങ്ങളുടെ മേഖലയല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ആ രംഗത്ത് പ്രവർത്തിക്കുന്നതായും നിങ്ങൾ നിങ്ങളുടെ സർവ്വ കഴിവുകളും പ്രവൃത്തിയുടെ വിജയത്തിനായി ഉപയോഗിക്കേണ്ടതായും കാണാം. ഇന്ന് നിങ്ങൾ വ്യക്തമായ കാര്യങ്ങൾ പറയുമെന്നും നിങ്ങളുടെ മനസ്സിലെ ആശയം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുവെന്നും ഉറപ്പുവരുത്തുക. Pisces. ഫൈനാൻസ്. ആത്മാർത്ഥമായ നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളെ പല സാമ്പത്തിക മർദ്ദങ്ങളും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തനാക്കും. നിക്ഷേപത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പുതുമ കാണിക്കണം. പുതിയ ആശയങ്ങളും പദ്ധതികളും പരീക്ഷിക്കണം. നിങ്ങളുടെ സ്വതന്ത്ര തീരുമാനങ്ങൾ അനുസരിച്ചിരിക്കും നിങ്ങളുടെ സാമ്പത്തിക വിജയം. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പുറകെ പോകരുത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ വിളി മാത്രം കേൾക്കുക. വിജയിക്കുന്നുവെങ്കിൽ നല്ല ഫലം പ്രതീക്ഷിക്കാം. Pisces. ഹെൽത്ത്. മനസ്സിനെ പ്രവർത്തനോന്മുഖമായി നിലനിർത്തുക, എന്നാൽ ശരീരത്തിനെ അമിതമായി ക്ലേശിപ്പിക്കരുത്. ഇന്ന് ജിമ്മിൽ പോകേണ്ടതില്ല. ശരിയായ ആഹാരം കഴിക്കുന്നത് തുടരുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ന് ചുണക്കുറവ് തോന്നുമെങ്കിലും